പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ലോഗോസ് ക്യൂസിനായി പ്രഭാഷകൻ 37-ാം അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ് നമുക്കൊരുമിച്ച് ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കാം. ഒന്നാമത്തെ ചോദ്യം: ആര് ശത്രുവായി മാറുന്നതാണ് മരണതുല്യമായ ദുഃഖമല്ലേ എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? ഉത്തരം: സ്നേഹിതൻ. ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: ദുഷിച്ച ഭാവനയെ. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ എന്തു വരുമ്പോഴാണ് അവനെതിരായി തിരിയുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ആപത്ത്. ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? ഉത്തരം: ഉദരപൂരണത്തിന്. ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്, എങ്കിലും എപ്പോഴാണ് അവർ അവനു വേണ്ടി പരിചയമായി നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: യുദ്ധം വരുമ്പോൾ. എല്ലാ ഉപദേശകരും എന്തു നൽകുന്നവരാണ്? ഉത്തരം: മാർഗനിർദ്ദേശം. ആരെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: ഉപദേശകനെ. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവൻ്റെ എന്ത് ഗ്രഹിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം: ലക്ഷ്യം. ഉപദേശകൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അവൻ ചതിച്ചെന്നു വരാം. എന്തായിരിക്കും ചില ഉപദേശകരുടെ ഉന്നമെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സ്വാർത്ഥലാഭം. ചില ഉപദേശകർ നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണാനാണ് മാറി നിൽക്കുമെന്ന് പറയുന്നത്? ഉത്തരം: നിനക്ക് എന്ത് സംഭവിക്കുന്നു? നിന്നെ സംശയിക്കുന്നവരോട് എന്ത് ചോദിക്കരുതെന്നാണ് പറയുന്നത്? ഉത്തരം: ഉപദേശം. നിന്റെ ലക്ഷ്യം ആരോട് വെളിപ്പെടുത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം: അസൂയാലുവിനോട്. സ്ത്രീയോട് അവളുടെ എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പ്രതിദ്വന്ദ്വിയെപ്പറ്റി. യുദ്ധത്തെപ്പറ്റി ആരോടാണ് ആലോചന നടത്തരുത് എന്ന് പറയുന്നത്? ഉത്തരം: ഭീരുവിനോട്. ആരോടാണ് വിലയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത്? ഉത്തരം: വ്യാപാരിയോട്. വിൽപ്പനയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? ഉത്തരം: വാങ്ങുന്നവരോട്. വിദ്വേഷിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം: നന്ദിയെപ്പറ്റി. കരുണയെപ്പറ്റി ആരോടാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? ഉത്തരം: ക്രൂരനോട്. അലസനോട് എന്തിനെക്കുറിച്ചാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? ഉത്തരം: അധ്വാനത്തെപ്പറ്റി. ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെക്കുറിച്ചാണ് ആലോചന നടത്തരുതെന്ന് പറയുന്നത്? ഉത്തരം: ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി. വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? ഉത്തരം: മടിയനായ ദാസനോട്. ആരോടെല്ലാമാണ് എപ്പോഴും ഒട്ടിനിൽക്കുക എന്ന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. നിന്റെ ഡാഷിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹൃദയത്തിൻ്റെ. സത്യമാർഗത്തിൽ നയിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉത്തരം: അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? എന്തിനെയാണ് ഇവിടെ പ്രഭാഷകൻ അതിനേക്കാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ്? ഉത്തരം: ചിന്ത. എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? ഉത്തരം: ആലോചനയുടെ. ചിന്തയ്ക്ക് എത്ര ശാഖകൾ ഉണ്ടെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: 4. ചിന്തയുടെ 4 ശാഖകൾ ഏവയാണ്? ഉത്തരം: നന്മ, തിന്മ, ജീവൻ, മരണം. നന്മ, തിന്മ, ജീവൻ, മരണം ഇവയുടെ നിയന്താവ്? ഉത്തരം: നാവ്. ആരാണ് സ്വന്തം കാര്യത്തിൽ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? ഉത്തരം: മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ. ആരുടെ ജ്ഞാനമാണ്
അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങുമെന്ന് പറയുന്നത്? ഉത്തരം തൻ കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ. ആരാണ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നതും കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നതും? ഉത്തരം ജ്ഞാനി. ഡാഷിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്. ഡാഷിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ഉത്തരം മനുഷ്യൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, ഇസ്രായേലിൻ്റെ ദിനങ്ങൾ സംഖ്യാതീതവും. എന്തിലാണ് അതിരുകവിഞ്ഞ അഭിനിവേശം അരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആഡംബരത്തിൽ. എന്തിലാണ് ആർത്തി കാണിക്കരുതാത്തത്? ഉത്തരം ഭക്ഷണത്തിൽ. അമിതാഹാരം എന്തിന് കാരണമാകുന്നു? ഉത്തരം രോഗത്തിന്. ഡാഷ് ദഹനക്ഷയം ഉണ്ടാക്കുന്നു? ഉത്തരം അമിതഭോജനം. അമിതഭോജനം അനേകരുടെ എന്തിനിടയാക്കിയിട്ടുണ്ടെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മരണത്തിന്. അമിതഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും എന്നാണ് പറയുന്നത്? ഉത്തരം ദീർഘായുസ്സ്.